മോനെ, അല്ലടാ, നിനക്കിപ്പോ ഇങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ? എന്തായാലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടുന്നവനാണല്ലോ നീ. ഇപ്പൊ മനസ്സിലായി. തെരുവ് തണ്ടി തുണിക്കച്ചവടം നടത്തുന്ന അവള് നിനക്ക് കൈവശം തന്നി ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതായിരിക്കും. പേടിക്കണ്ട, കൈവശം ഛർദിച്ചു കളയാനുള്ള മറുമരുന്നൊക്കെ ഉണ്ട്. അതൊന്നും അല്ല ശാന്തപ്പ മാമ. പിന്നെ എന്താന്ന് വെച്ചാ പറയണം. മാഷ് ഇന്നൊരു വെടി പൊട്ടിച്ചു. എന്ത് വെടി? ശ്രേയ മേഡത്തിനെ കല്യാണം കഴിച്ച മാറി താമസിക്കണമെന്ന്. ഞാനതിന് സമ്മതിച്ചില്ല. വേണമെങ്കിൽ നിങ്ങളെല്ലാം പൊക്കോളാൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത് ശരിയില്ലേ? പിന്നെ നീ പറഞ്ഞാലും ശരി, ഒരു തെറ്റുമില്ല. പക്ഷേ ശ്രേയ മേഡം പറയുന്നത് ശരിയല്ലെന്ന്. എന്റെ ദത്തുപുത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. പക്ഷേ ശ്രേയ മേഡം ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണം വേണമെന്ന് തോന്നി. എന്റെ മോൾ എന്താടാ പറഞ്ഞേ? മേഡം എന്നെ കല്യാണം കഴിക്കുന്നത് ആകാശിനോടും തുണിക്കച്ചവടക്കാരിയോടും ആ മോശനോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണെന്ന്. ഇതിനു മുമ്പും മേഡം ഇത് ഒരു തവണ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷേ മേഡത്തിന്റെ മനസ്സിലെ ദേഷ്യം കാരണം അത് പറഞ്ഞെന്ന് വെച്ച് ഞാനത് വിട്ടു കളഞ്ഞു. പക്ഷേ ഇപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. മനസ്സിൽ കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവളുടെ കൂടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ. എല്ലാം സ്വാഹ. ശ്രേയമേടെ എനിക്കൊരു ഐശ്വര്യമായിരിക്കും ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇപ്പൊ അതൊരു മുൾക്കിരീടാവുന്ന. ഇതിനാണോ ഞാൻ അവളെ മോഹിച്ചത്? ഒരു ഭർത്താവായിട്ടെന്നല്ല, ഒരു മനുഷ്യനായിട്ട് പോലും അവളെ അംഗീകരിക്കുന്നില്ല. വല്ലാത്ത സങ്കടം ശാന്തപ്പ മാമ. ഓ, അതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്ന്. ശാന്തപ്പ മാമ, ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുമ്പോ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നു. നിസ്സാരമായിട്ട് പറഞ്ഞതല്ല മരുമോനെ. എല്ലാ വീടുകളിലും ആണുങ്ങൾക്കല്ല മേൽക്കോയ്മ. നീ എന്റെ കാര്യം എടുത്തു നോക്കിയേ. കുഞ്ഞുമോള് എന്നെ പറയാത്ത ചീത്തയുണ്ടോ? അത് വീട്ടിനകത്ത്. പുറത്തിറങ്ങിയാലോ നമ്മള് പുലിയാ. നമ്മളെ ആണുങ്ങള് തന്നെയാ. നീ ഒരു കാര്യം മനസ്സിലാക്ക, പുറത്ത് മാത്രമാണ് നമ്മള് പുലി. വീട്ടിനകത്ത് കയറിയാലേ നമ്മള് പൂച്ചയാ, പൂച്ച. ഞാൻ പറഞ്ഞൊന്ന് ശാന്തപ്പവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, പിയറിന്റെ കഴുത്ത് പൊട്ടിക്കുന്ന പോലെ ഓപ്പൺ ആവണം. മാമൻ പുലിയായാലും പൂച്ചയായാലും കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടായില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ലേ? ആണല്ലോ. പക്ഷെ എന്റെ കാര്യത്തിൽ അത് നടക്കില്ല. പിന്നെന്തിനാ ഞാൻ കല്യാണം കഴിച്ചിട്ട്? നിന്റെ ശരീരം 6 അടി പൊക്കത്തിലല്ലേ, പക്ഷെ അതിനനുസരിച്ച് ബുദ്ധി വളർന്നിട്ടില്ല. മാമാ, എന്റെ ടെമ്പർ തെറ്റി നിൽക്കുക. അതിനിടയിൽ ഞാൻ പറയുന്നത് കേക്കടാ മരുമോനെ, ചൂടാവാതെ ശ്രദ്ധിച്ചു കേക്കണം. എന്നാ പറ. എന്റെ മോള് ശ്രേയ നിന്റെ തറവാട്ടിലേക്ക് വരുന്നതേ പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അവൾ ആ തറവാട്ടി കാലെടുത്ത് വെച്ച് 3 മാസത്തിനുള്ളിൽ എല്ലാത്തിനെയും ഒരു മൂലക്കാക്കിക്കൊള്ളും. അത് കഴിഞ്ഞാ പിന്നെ ജീവിതം ഒന്നൊന്നുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി അവള് നിന്റെ അടുത്ത് വന്നല്ലേ പറ്റൂ. അപ്പൊ നീ വിടാതെ പിടിക്കണം. ഇഷ്ടമുള്ളത് സംസാരിച്ച് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ മനസ്സിൽ കേറി അങ്ങ് പറ്റണം. ചാന്തപ്പാവൻ പറയുന്നത് ശരിയാ. പക്ഷെ അവൾ അടുക്കൂ. ഒരു പാദസ്ത്രീ ഇടിക്കാൻ തന്നെ ഞാൻ അവളോട് എത്ര തവണ അപേക്ഷിച്ചെന്നറിയോ? അതൊന്നും ശരിയാവില്ല. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയാ മോനെ, മെരുങ്ങത്തില്ല. മെരുക്കി എടുക്കേണ്ടത് നമ്മൾ ആണുങ്ങളുടെ കഴിവാ. അതെങ്ങനെ? കഴുത്തി താലി വീഴുന്നവരേ ഉള്ളൂ പെണ്ണിന്റെ ചാട്ടവും തുള്ളലും ഒക്കെ. അത് കഴിഞ്ഞ ഏതൊരു പെണ്ണും വഴങ്ങും. സെന്റിമെന്റ്സ് കയറി അങ്ങ് പിടിക്കണം. സെന്റിമെന്റ്സ് എവിടാണെന്ന് നീ എന്നോട് ചോദിക്കില്ലേ? മാറൂടാ, അവളുടെ മനസ്സ് കയറി അങ്ങ് കുടിയിരിക്കണം. അങ്ങനെ കുടിയിരുന്നാ പിന്നെ അവള് നിന്റെ മുന്നിൽ വെറും പൂച്ചയാ, പൂച്ച. ആണോ? അതെ. മനസ്സിനിപ്പോ ഒരു കുളിരൊക്കെ തോന്നുന്നുണ്ട്. ആ കുളിര് ചോർന്നു പോകാതെ അവളെങ്ങ് കെട്ടണോ? പിന്നെ അവളെന്റെ മോളല്ല, നിന്റെ ഭാര്യ, ഭാര്യ.